നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തവരംകുന്നത്ത് ബഷീറിന്റെ വീടിനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മുപ്ലിയം കൽക്കുഴി റോഡിലൂടെയുള്ള യാത്രാക്ലേശത്തിന് ഇതുവരെയും പരിഹാരമായില്ല. പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്ത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റിന്റെ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ഒറ്റയ്ക്ക് താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ. പുതുക്കാട് മണ്ഡലത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തവരംകുന്നത്ത് ബഷീറിന്റെ വീടിനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ പരാക്രമം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ വീട്ടിലെ തന്നെ പുറകിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഞാൻ ഇവിടെ താമസമായിട്ട് കുറെ കാലമായി. ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പൊ ഒരു 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയുടെ കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നിങ്ങോട് വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിന്നാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ എനിച്ചത് ഇന്നലെ രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിനോട് ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ മാവിന്റെ ഉള്ളിൽ നിന്ന് ആന നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് അത് തകർന്നു പോയി. ജനലൊക്കെ തകർന്നു പോയി. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ഓരോ ദിവസം ചെല്ലുന്നോറും നമ്മൾ ഭയപ്പെട്ടിട്ട് രാത്രി നമുക്ക് ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല. നമുക്കൊരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ആകെ 2 വാഴ ഉണ്ടായിരുന്നത്. ഇലയുടെ ആവശ്യമെങ്കിലും കിട്ടുമെന്നാണ് ചെയ്ത്. അപ്പൊ അതും നമുക്കിവിടെ കിട്ടാത്ത കണ്ടീഷനാണ്. നിൽക്കാൻ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ എത്തിയിട്ടുണ്ട്. കാട്ടാന ശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു. ഈ പ്രദേശത്ത് ആനയുടെ അതിരൂക്ഷമായ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങള് വളരെ പ്രശ്നത്തിലും ബഹീനരുമാണ്. പക്ഷേ ഇതില് പ്രധാനപ്പെട്ടൊരു ഘടകം ഈ വസുപ്രദ ലിമിറ്റഡിൻ്റെ കുറേ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം. എന്നാൽ മാത്രമാണ് ഈ വിഷയത്തിന് ഒരു പരിധി വരെ, എന്ന് വെച്ചാൽ പരിധി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു 100% വരെ ആ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാവുകയുള്ളൂ. അതിനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതൊരു പ്രധാനപ്പെട്ട വിഷയം. 2, ചിമ്മിനി ടൂറിസത്തിന് കാത്തുകിടക്കുകയാണ് ചിമ്മിനി. ഈ തൊട്ടടുത്ത ഈ മാസത്തിൽ തന്നെ തൊട്ടടുത്തൊരു ദിവസം തന്നെ ചിമ്മിനിയുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പ്രവർത്തനോദ്ഘാടനം നമ്മളെ ബഹുമാന്യ MLA നടത്താനിരിക്കുകയാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. ഈ ആനശല്യം ഈ പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള പ്രധാന റോഡിലും ആനശല്യം വളരെ രൂക്ഷമാണ്. ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത് അതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് കൈകൊള്ളും വേണം. പിന്നെ ട്രഞ്ച് ഫെൻസിങ് പോലെയുള്ള മറ്റുള്ള ക്രമീകരണങ്ങൾ നടത്തിയാൽ ആനകളുടെ ശല്യം വളരെ കുറയും.
കാട്ടാന ശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കാർഷിക വിളകൾ നടാനാവാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. മുപ്ലിയം കൽക്കുഴി റോഡിലൂടെയുള്ള യാത്രാക്ലേശത്തിന് ഇതുവരെയും പരിഹാരമായില്ല. പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്ത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് 11-ാം വാർഡിൽ ശോചനീയാവസ്ഥയിലായ മുപ്ലിയം വെള്ളാരംപാടം കൽക്കുഴി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ 1 വർഷം മുൻപ് ആരംഭിച്ചതാണ്. എന്നാൽ ഇതുവരെയായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. തകർന്ന റോഡിൽ ഇറിഗേഷൻ വകുപ്പ് ജലവിതരണ പൈപ്പുകൾക്കായി കുഴിയെടുത്തതോടെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി. നിലവിൽ റോഡ് തകർന്ന ഭാഗങ്ങളിൽ പലയിടത്തും മെറ്റൽ നിരത്തിയ നിലയിലാണ്. ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. മെറ്റൽ വിരിച്ച പാതയിലൂടെ ദിനംപ്രതി പലതവണ സർവീസ് നടത്തുന്നതോടെ വാഹനങ്ങൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണികൾ വേണ്ട സാഹചര്യമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ വഴി കഴിഞ്ഞാറല്ലോ ഇതുപോലെ തന്നെ ടാറിങ്ങിന് വേണ്ടി അടിച്ച് തുറത്ത് ഇട്ട് അവർ പോയി, കുഴിയൊക്കെ തുറന്നിട്ട്. ഇപ്പൊ വന്ന് 10-15 ദിവസത്തിന് മേലെ ആദ്യം തുറന്നിട്ട് പോയി. അതിനിടയ്ക്ക് പൈപ്പിന് പൊളിച്ചു, ഓട്ടോറിക്ഷ നടക്കാൻ വരാൻ പറ്റാത്ത അവസ്ഥ. അതിനിടയ്ക്ക് ആൾക്കാർ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് കാണിച്ചാണ് ഞങ്ങളിത് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ റോഡ് ശരിയാക്കി കിട്ടണം. പ്രദേശത്തെ ക്രഷർ യൂണിറ്റിലേക്ക് എത്തുന്ന ടോറസ് അടക്കമുള്ള ഭാരവാഹനങ്ങൾ റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഞാൻ കുറെ കാലങ്ങളായിട്ട് മുപ്ലിയത്ത് ഓട്ടോറിക്ഷയും ജീപ്പൊക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ വഴി കഴിഞ്ഞ കൊല്ലം അവർ 45 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ചെന്നും പറഞ്ഞ് ഇത് പണികളെല്ലാം തുടങ്ങി. കോൺട്രാക്ടർ ശശി എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഓട്ടോറിക്ഷക്കാർ ഉദ്ഘാടനം ചെയ്ത വഴിയാണ്. എന്നിട്ട് അവരന്ന് തുറന്നിട്ട് പോയി, മഴ വന്നു, അത് അങ്ങനെ പോയി. ഈ കൊല്ലം ഇപ്പൊ ജനുവരി 15-ാം തീയതി മുന്നേ വഴി പണി കഴിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ എല്ലാം മെറ്റലിട്ട് റോഡും പൊളിച്ച് ഒരാൾക്ക് നടക്കാനോ വണ്ടിക്ക് പോകാനോ പറ്റാത്ത, ഞങ്ങൾ 4-5 ചാല് ഇതിൽ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് അവർ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും. ഞങ്ങൾക്ക് സമരമാർഗങ്ങളോ ബസ് വരാത്ത മാർഗങ്ങളോ എന്തെങ്കിലും നോക്കേണ്ടി വരും. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി വരും. ജനങ്ങളുടെ നിരന്തര പരാതികൾക്കൊടുവിൽ പലയിടത്തും താൽക്കാലിക ഓട്ടയടയ്ക്കൽ നടത്തിയെങ്കിലും ചിലയിടങ്ങളിൽ മെറ്റൽ മാത്രം നിരത്തി പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തതാണ് കൂടുതൽ ദുരിതമാകുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ റോഡരികിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തെറിക്കുന്നതും പതിവാണ്. പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ആവശ്യം. മുപ്ലിയം കൽക്കുഴി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പാതി വഴിയിൽ നിലച്ചതോടെ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശവാസികൾ. റോഡിൽ നിരത്തിയ മെറ്റൽ കല്ലുകളിൽ കയറി വാഹനങ്ങൾ നിരന്തരം അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാകേണ്ട സ്ഥിതിയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പരാതിപ്പെടുന്നു. എത്രയും വേഗം യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഒറ്റയ്ക്കു താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റിന്റെ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പദ്ധതിക്ക് തുടക്കമായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. KK ഭാരതി അധ്യക്ഷത വഹിച്ചു. P തങ്കം, CK മോഹനൻ, CU രമണി, P മനോജ് കുമാർ, VK രാജാമണി, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, K സദാനന്ദൻ, TA വേലായുധൻ, P ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. KSSB Zindabad, KSSB Zindabad, 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 KSSB Zindabad, 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 KSSB Zindabad, KSSB Zindabad, KSSB Zindabad. നമുക്കറിയാം, പെൻഷൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി കൂടും അല്ലേ? ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയല്ല. നല്ലൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഐക്യമത്യം മഹാബലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. നമ്മുടെ ഇന്നത്തെ 33-ാം വാർഷികമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിശീലന ക്യാമ്പ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, TS ബൈജു, N മനോജ്, സുന്ദരി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു.
2 ബാച്ചുകളിലായി 900-ൽ പരം കുട്ടികൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. പരീക്ഷാ പരിശീലന ഗ്രൂപ്പായ സൈലോവുമായി സഹകരിച്ചാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികളും വിതരണം ചെയ്തു. ആദ്യമായി ഈ വർഷം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി LP സ്കൂളിലെ കുട്ടികൾ തയ്യാറെടുക്കുമ്പോൾ അവർക്ക് കുറച്ച് മികച്ച ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ മത്സരം നടത്തുന്ന LSS USS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു നിയോജകമണ്ഡലങ്ങളിലും ഇല്ലാത്ത വിധം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു പരിശീലന കളരി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഓൺലൈൻ വിദ്യാഭ്യാസ പരിശീലന രംഗത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച പരിശീലകരായ സൈലം ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. MLA ശ്രീ KK രാമചന്ദ്രൻ അവർക്കുള്ള താല്പര്യപ്രകാരം സൈലം ഗ്രൂപ്പുമായി യോജിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടി എടുത്തു. രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വില കുറച്ച് എണ്ണ വിപണന കമ്പനികൾ. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 7 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡൽഹിയിൽ പുതിയ റീറ്റെയിൽ വില 1804 രൂപയിൽ നിന്ന് 1797 രൂപയായി കുറഞ്ഞു. കൊച്ചിയിൽ 6 രൂപ കുറഞ്ഞ് 1806 രൂപയായി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സദസ്സ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ 1:46 വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. ഫെബ്രുവരി 5 വരെയാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത്. ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളും ജീവനക്കാരും പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഗതാഗതക്കുരുക്കുള്ള സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് കം റെക്കോർഡ് ബ്യൂറോ DYSP P സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റു ഡീവിയേഷൻ ഇടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കരുവന്നൂർ അഞ്ചോവ് പെട്രോൾ പമ്പിന് സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കും. ഇതിനായി ചെറുവാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഏർപ്പെടുത്താമെന്നുള്ള ഉറപ്പിന്മേലാണ് സമരം ഒത്തുതീർപ്പായത്. മാപ്രാണം ലാൽ ആശുപത്രി പരിസരത്ത് ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തിയ വാഹനങ്ങൾക്കെതിരെ ബസ് ഉടമകൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തിശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർഖനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞാണ് പോകേണ്ടത്. എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. നിരന്തരം റോഡിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം വന്നതോടെയാണ് ശനിയാഴ്ച രാവിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 261ാമത് തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ കൂടുതുറക്കൽ ശുശ്രൂഷ നടത്തി. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമ്മികനായി. ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, ഫാദർ ബിജോയ് പൊൻപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. വികാരി ഫാദർ പോൾ തേക്കാനത്ത്, പള്ളി ട്രസ്റ്റിമാർ, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സീജൻ ചക്കാലക്കൽ കാർമ്മികനായി. തിരുനാൾ ദിനമായ ഞായർ രാവിലെ 5:30-നും 6:30-നും 8:30-നും കുർബാന. 10:30-ന് പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും. നവവൈദികൻ ഫാദർ അജിൽ മാങ്ങൻ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് കുർബാന, തുടർന്ന് പ്രദക്ഷിണം, രാത്രി 7-ന് പ്രദക്ഷിണം സമാപനം, തുടർന്ന് വർണ്ണമഴ.
8-ന് വൈകിട്ട് 6:30-ന് മെഗാ ഷോയും ഉണ്ടായിരിക്കും. ശ്രവ്യസുന്ദരമായി കാഞ്ഞൂർ അമ്പു സമുദായത്തിന്റെ ബാൻഡ് സൗഹൃദ വാദ്യ മത്സരം. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ബാൻഡ് സൗഹൃദ വാദ്യ മത്സരം ഒരുക്കി. ചാലക്കുടി, കൈരളി, മുണ്ടത്തിക്കോട് രാഗദീപം ടീമുകളാണ് മത്സരത്തിൽ അണിനിരുന്നത്. 3 മണിക്കൂർ നീണ്ട മത്സരം കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. കലൂർ മാർ കുര്യാക്കോസ് സഹദ പള്ളിയിലെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30-ന് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ നീലങ്കാവിൽ കശീശയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് 7-ന് കരോക്കെ ഗാനമേളയും നടക്കും. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, രാവിലെ 10:30-ന് ഫാദർ ജെയ്സൺ കാളൻ കാർമ്മികനായ ആഘോഷമായ തിരുനാൾ ദിവ്യബലി, വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് വെള്ളാനിക്കോട് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7-ന് ദിവ്യകാരുണ്യ ആശീർവാദം, തുടർന്ന് വർണ്ണക്കാഴ്ചകൾ എന്നിവയാണ് ചടങ്ങുകൾ. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, സെമിത്തേരിയിൽ വലിയ ഒപ്പീസ് എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30-ന് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മ്യൂസിക് ഈവന്റ് അരങ്ങേറും. ദില്ലിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ അശ്വാഭ്യാസ മത്സരങ്ങളിൽ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായി മാറി പ്രചോദി നികേതൻ കോളേജിലെ വിദ്യാർത്ഥികളായ പോൾവിനും അലക്സും. പ്രചോദി നികേതനിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി ML പോൾവിനും 2ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അലക്സ് ഇമാനുവൽ ഷാജനും വൺ കേരള R&V സ്ക്വാഡ്രൺ മണ്ണുത്തിയിലെ NCC കേഡറ്റുകളാണ്. ചിട്ടയായ പരിശീലനത്തിലൂടെയും അഭ്യാസ പ്രകടനങ്ങളിലൂടെയുമാണ് ഇരുവരും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. അശ്വാരൂഢ പ്രകടനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ മാറ്റുരച്ചു. അലക്സ് നൊവീസ് വിഭാഗത്തിലും പോൾവിൻ വെറ്ററൻ വിഭാഗത്തിലുമാണ് മത്സരിച്ചത്. ഡ്രസാഷ്, ഷോ ജമ്പിംഗ്, ടെന്റ് പെറ്റിംഗ് എന്നീ അശ്വാഭ്യാസ മത്സരങ്ങളിലായിരുന്നു പ്രകടനം. കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് കെ തോമസിന്റെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. കേരളത്തിനെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ
ആയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്ന ഹണിലിനായി ഇന്ത്യ നാട് മറവാഞ്ചേരി പ്രവർത്തകർ അടപ്രഥമൻ ചലഞ്ച് ഒരുക്കുന്നു. ഫെബ്രുവരി 4 രാവിലെ 11 ചലഞ്ച് ആരംഭിക്കും. ബുക്കിംഗിനായി 9747086459 9946265859 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മജ്ജയിൽ ക്യാൻസർ ബാധിച്ച ചെങ്ങാലൂർ ശാന്തിനഗർ സ്വദേശി ഹണിലിന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഹണിൽ ചികിത്സാ സഹായ സമിതിയുമായി സഹകരിച്ചാണ് ഇന്ത്യ നാട് മറവാഞ്ചേരി പ്രവർത്തകർ അടപ്രഥമൻ ചലഞ്ച് നടത്തുന്നത്. ആനന്ദപുരം കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തണ്ടേക്കൽ ചാക്കുണ്ണി മെമ്മോറിയൽ യൂത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. NC രതീഷ് അധ്യക്ഷത വഹിക്കും. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ വിശിഷ്ട സാന്നിധ്യമാകും. സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തിയുള്ള സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച പവന് 120 രൂപ കൂടി 61,960 രൂപയും ഗ്രാമിന് 15 രൂപ കൂടി 7,745 രൂപയുമായി. വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 960 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ഇതോടെ ആദ്യമായി സ്വർണ്ണവില 61,000 കടന്നു. 3 ദിവസം കൊണ്ട് 1,760 രൂപ പവന് വർദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് പവൻ വില ആദ്യമായി 60,000 കടന്നത്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരു മാസത്തിനിടെ ഏകദേശം 4,800 രൂപയാണ് വർദ്ധിച്ചത്. ഇനി ഇൻഫോടോക്ക്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം മുഴുവൻ ഉന്മേഷവും ഊർജവും നിലനിർത്തണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും കഴിക്കണം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ചില പ്രഭാത ഭക്ഷണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. പ്രോട്ടീന്റെയും കോളിൻ പോലുള്ള ആവശ്യ പോഷകങ്ങളുടെയും മികച്ച ഉറവിടമായ മുട്ട കഴിക്കുന്നതും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. നാരുകളാൽ സമ്പന്നമാണ് ഓട്സ്. ഇത് വിശപ്പിനെ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഓട്സിൽ പഴങ്ങളും നട്ട്സും കൂടി ചേർക്കുമ്പോൾ ശരീരത്തിന് വേണ്ട വിറ്റാമിനുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും കൂടി ലഭിക്കും. ഗ്രീക്ക് യോഗട്ടിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് വേണ്ട ഊർജ്ജത്തിനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ബെറി പഴങ്ങൾ കഴിക്കുന്നതും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. വാഴപ്പഴത്തിൽ പീനട്ട് ബട്ടർ ചേർത്ത് രാവിലെ കഴിക്കുന്നതും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ചീരയും വാഴപ്പഴവും ബദാമും പാലും ചേർത്ത് സ്മൂത്തിയിൽ നാരുകൾ, പൊട്ടാസ്യം, ആവശ്യ വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ കലോറിയും കുറവാണ്. ചിയ വിത്തുകളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, ഫൈബർ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കാനും ഊർജം ലഭിക്കാനും സഹായിക്കും. ബദാം പാലും തേനും ചിയ വിത്തും ചേർത്ത് ഒരു പുഡിങ്ങുമായി തയ്യാറാക്കി കഴിക്കുന്നതും നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാച്ചുറൽ സയൻസ് HST ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480278065. ജില്ലയിൽ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മേട്രൺ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BCom, അക്കൗണ്ട്, സ്റ്റോർ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. ഈ യോഗ്യതയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 10-നുള്ളിൽ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,730 രൂപ, പവന് 61,840 രൂപ. മറവാഞ്ചേരി പുലാമ്പി ദീപക് ഭാര്യ ലിജി അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സമ്പൂർണൻ, ആദിലക്ഷ്മി എന്നിവർ മക്കളാണ്.
തലൂർ ചാക്കേരി ഫ്രാൻസിസ് ഭാര്യ മേരി അന്തരിച്ചു. സംസ്കാരം ഞായറാഴ്ച വൈകുന്നേരം 4:30 ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ. ആന്റോ, ജെയിംസ്, ധന്യ എന്നിവർ മക്കളും റീന, രമ്യ, ബേബി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് ഇളയേടത്ത് വീട്ടിൽ രാമൻ ഭാര്യ ദേവകി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 11 വീട്ടുവളപ്പിൽ. ബാബു, ഷാജു, സജീവൻ, ഷിബു, സന്ധ്യ എന്നിവർ മക്കളും രജനി, വിനീത, സിനി, രേഖ, നന്ദകുമാർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തവരംകുന്നത്ത് ബഷീറിന്റെ വീടിനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മുപ്ലിയം കൽക്കുഴി റോഡിലൂടെയുള്ള യാത്രാക്ലേശത്തിന് ഇതുവരെയും പരിഹാരമായില്ല. പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്ത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റിന്റെ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ഒറ്റയ്ക്ക് താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ. പുതുക്കാട് മണ്ഡലത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.